ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നട്ടുച്ച വെയിലാണ്, 12 മണിയായി. ഞാനപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിയല്ല പട്ടിയപ്പൂപ്പിന് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ടോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ വീട്ടിലൊരു കെലിക്കോ, ഞാൻ പറഞ്ഞില്ലേ കാണിച്ചെന്നില്ലേ, പൂച്ച വന്ന് കയറിയ ഐശ്വര്യം ഉണ്ടാവും എന്നാണല്ലോ പറയണേ. അപ്പോൾ കെലിക്കോ വന്നിട്ടുണ്ട്. കെലിക്കോ നമുക്ക് ഈ വഴി പോകാം, നിങ്ങളെല്ലാ വഴിയും കാണിച്ചു തരണ്ടേ. ഇനി പട്ടിക്ക് ഫുഡും മേടിച്ച് വരുമ്പോൾ ഒരു നേരവും വൈകുന്നേരവും ചോറ് വെച്ചിട്ടില്ല, ചോറ് വയ്ക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ കെലിക്ക് വന്നിട്ടുണ്ടല്ലോ. ഞാൻ റോഡൊന്ന് ക്രോസ് ചെയ്യട്ടെ, തണലത്തൂടി നടക്കാം. അപ്പം നമുക്ക് ടോട്ടോ എടുക്കാം. ടോട്ടോ എടുത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ച മക്കളെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ സമ്മാനമായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞെന്നറിയാമോ? ആകെ കുറച്ച് പേരുള്ളൂ, 70 പേരുള്ളൂ. 70 പേർക്ക് എന്തായാലും കൊടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, കഠിനമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. എന്നാലാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ നിങ്ങൾക്കൊക്കെ തരാൻ പറ്റുള്ളൂ. അധികമൊന്നും ചോദിക്കരുതേ, കുറച്ച് പൈസ ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. ടോട്ടോ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ, എന്തായാലും വെയിലത്ത് നടക്കാം. കറുത്ത് കരിക്കട്ട പോലെ ഒത്തു വെളുത്തിരുന്ന ഞാനാണെന്ന് അറിയാമോ, നമ്മുടെ സലീംകുമാർ പറയണ പോലെ. TMC ഇങ്ങനെ തന്നെയാണ് ആ വഴി, അറിയില്ല കേട്ടോ, നോക്കാം. കുറേ കാറുകൾ കിടക്കണതാണ്, നമുക്കിങ്ങനെ പോകാം. ഇപ്പോൾ ടോട്ടോ എടുക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിക്കണേ. പ്ലീസ് പ്രയർ ഫോർ മീ. ഫസ്റ്റ് പ്രൈസ് ടോട്ടോ യു ഗീവ്. ഇംഗ്ലീഷിൽ പറയണ്ട, ചളവക്കണ്ട, മലയാളത്തിൽ തന്നെ പറയും. ഇനി അവരും ചോദിച്ചു വന്നല്ലേ അല്ലേ. ഓക്കെ, വേറെ ഒന്നുമില്ല, നല്ല വെയിലുണ്ട്. പട്ടീനെയും പൂച്ചനെയൊക്കെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വന്നേക്കണേന്ന്, അവർ ഒറ്റയ്ക്കുള്ളു. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. എന്തായാലും ടോട്ടോ എടുക്കാം. 4 നമ്പർ വേണം. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചവരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. എന്നാലാണ് എനിക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, അപ്പോൾ എനിക്കറിയാൻ പറ്റും ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ടോട്ടോനായി പ്രാർത്ഥിക്കാം. ഇത് ബാറാന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ബാറുകളുണ്ട് കേട്ടോ. കിട്ടിയാനെ ഇവിടെ കിട്ടിയാനെ കൊണ്ടുവന്നിട്ട് വേണം. നല്ല അടിപൊളി പ്ലേസ് ആട്ടോ മലേഷ്യ. എന്ത് രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്കൊക്കെ വരാൻ താല്പര്യമുണ്ടോ മലേഷ്യയിൽ? വരൂ. ഇങ്ങനെയായിട്ടും തോന്നുന്നു TMCയിലോട്ട് പോകണം. ഇവിടെ വഴിയൊക്കെ തെറ്റി പോകുന്നുണ്ട്, സാരില്ല. എൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ, ഇത് ഇപ്പുറത്തെ വഴി, അത് അപ്പുറത്തെ വഴി. എപ്പോഴും ഒരു വഴി തന്നെ കണ്ട ഒരു സുഖം ഉണ്ടാവില്ല ഇല്ലേ. ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞില്ലേന്നാവും. 15-ാം തീയതി വരെ ഉണ്ടല്ലേ ചൈനീസ് ന്യൂ ഇയർ. ഇതാണ് നമ്മുടെ നിർമ്മാണ മോജ്. ഈ കട കാണുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ, സത്യത്തിൽ. ഞാൻ പറഞ്ഞില്ല തൈര് മേടിച്ചിട്ടുണ്ടെന്നാലും. ഇന്നെന്താ തിരക്കില്ലല്ലോ, 12 മണിയായിട്ടുള്ളല്ലോ. സമയം എന്തായാലും സമയം 11:45. അയ്യോ, ഇനി ചോറ് വയ്ക്കണം, കറി വയ്ക്കണം. കറിയും പപ്പങ്ങ വയ്ക്കാം, വേറെ ഒന്നുമില്ല. പിന്നെന്താ, മത്തങ്ങ ഇരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല. അയ്യോ, ഇവിടെ പച്ചക്കറിക്ക് കൊടുക്കത്ത വില കേട്ടോ. കഴിഞ്ഞ ദിവസം 7 വെണ്ടയ്ക്ക് വാങ്ങിച്ചതിന് 3.50 റിങ്കറ്റ്. അയ്യോ, കണ്ണുള്ളിപ്പോയി. പിന്നെ അതാണ് അങ്ങനെ പച്ചക്കറി മേടിക്കാറില്ല. ഇവിടെ എന്താ പരിപാടി നടക്കണ്ടല്ലോ, നോക്കാമായിരുന്നല്ലേ. ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ, നോക്കണം. എന്താ നോക്കിയിട്ട് വരാമായിരുന്നല്ലേ, നോക്കിയിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോണ പോലെ ഇരിക്കുമോ ഈശ്വര. നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം. എന്നെ ചെല്ലുമ്പോൾ ഓടിക്കും. കയറാമോന്നാവോ അറിയില്ല കേട്ടോ, സെക്യൂരിറ്റി വിളിച്ച് പുറത്താക്കുമോയെന്ന് അറിയില്ല, നോക്കാം.
കയറാം. പൈസ കൊടുത്തിട്ടാണ് കയറണം, അറിയില്ലല്ലോ. അതിൻ്റെ ഫ്രണ്ടിൽ ക്യാഷ് ഉള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കയറി ക്യാഷ് ഉള്ളിയാണെന്ന് സെക്യൂരിറ്റി എൻ്റെ അടുത്തൊന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് പോകും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൗണ്ടറിൽ തിരക്കില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റില്ല അല്ലേ? ദൈവം വഴി തെറ്റിയാ? വഴി തെറ്റിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ബെങ്സാറെന്ന വായിൽ തന്നെ ബ്രിക്ഫീൽഡ്സ് ബെങ്സാറുണ്ട്, ബ്രിക്ഫീൽഡ്സ് ഉണ്ട്. ബ്രിക്ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ഇന്ത്യ, അതാണ് ബ്രിക്ഫീൽഡ്സ്. ഇത് ബെങ്സാർ വില്ലേജ് സൂപ്പർ മാർക്കറ്റിലല്ല, നമ്മുടെ ലുല്ലു പോലത്തെ സംഭവം ഉണ്ടോ. അപ്പോൾ ഭയങ്കര ഒച്ച, എനിക്ക് ഈ ഒച്ചയൊക്കെ കേട്ടാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കുമെന്നേ. എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കണം, എനിക്ക് അതാ ഇഷ്ടം. അപ്പോൾ ഇനി ഒച്ചപ്പാടും വേണമെന്ന് എനിക്കിഷ്ടമല്ല. അയ്യോ, നടന്ന് തളർന്നു. എന്താണോ അവിടെ പരിപാടി? ചൈനീസ് ന്യൂ ഇയറിൻ്റെ പരിപാടി ആയിരിക്കും അല്ലേ? 15-ാം തീയതി വരെയും ചൈനീസ് ന്യൂ ഇയറാണ്. എന്താ നമുക്ക് ഈ രാജകുമാരിയുടെ ചായ കുടിക്കണം ഒരു ദിവസം, കോഫി. ലോട്ടറി അടിക്കട്ടെ അല്ലേ? എന്തായാലും ടോട്ടോ എടുക്കാം. ഓക്കെ, നാല് സ്ഥലമുണ്ട്. ഒന്ന് ടോട്ടോ ഉണ്ട്, ഡ്രാഗൺ ഉണ്ട്, പിന്നെ ഏതാ ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കണം, ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ട് ആൻറ്റി പോകുന്നുണ്ട് അതിൽ. അടിപൊളി. ഇതിൻ്റെ മേളിൽ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ലാന്ന്. കയറണം എന്നാണാവും. ഇതാണ് ബെങ്സാർ വില്ലേജ്. അതാണ് നമ്മൾ പോണ TMC. അപ്പുറത്താണ് TMC, പോയി ചിക്കൻ വാങ്ങിക്കണം. ഓക്കെ, ഇനി റോഡ് ക്രോസ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോണും പിടിച്ചുകൊണ്ട് ഈ റോഡൊക്കെ ക്രോസ് ചെയ്താലേ വണ്ടി വന്നിടിച്ചിട്ട് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേട്ടാ, ഞാൻ 2 വീലറിന് പോവായിരുന്നേ. അതിന് നമ്മൾ 2 വീലർ ഓടിക്കണം, ഹസ്ബൻഡ് പുറകിലിരിക്കും. ഞാനൊരു ചേച്ചീനെ പോയി ഇടിച്ചിട്ട് ഞാൻ തന്നെ ഹെൽമെറ്റ് ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് നൈസായിട്ട് കൊടുത്ത്, പുള്ളിക്കാരനാണ് ഓടിച്ചതെന്നുള്ള ഭാഗത്തിൽ. അപ്പോൾ ഇവർക്കറിയില്ല, അവർ കുറേ പേരൊക്കെ നിൽക്കുവാണേ. അപ്പോൾ ഇവർ തന്നെ ചോദിച്ച് എല്ലാവരും ചോദിക്കണേ ആരാണ് ഇടിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് മിണ്ടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഞാനാണ് ഇടിച്ചത്. ഹസ്ബൻഡ് എന്നെ ഒരു നോക്കിയിട്ടില്ല. പുള്ളി ഒന്ന് എന്ത് കഷ്ടം നിന്നെ കൊണ്ട്. ഞാൻ പിന്നെ ആരാണ് ഇടിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിരപരാധികളായ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മളല്ലേ ഇടിച്ചത്. പിന്നെ ആ ചേച്ചി ഒന്നും പറഞ്ഞില്ല. പിന്നെ അവരെ കാണുമ്പോൾ എപ്പോഴും ഹസ്ബൻഡ് പറയും, നീ എനിക്ക് ഇവരൊക്കെ ഓർമ്മയുണ്ട? ഞാൻ പറയും, എനിക്ക് ഓർമ്മയില്ലല്ലോ. അത് നീ വണ്ടി ഇടിച്ചിട്ട് പെണ്ണാണത്. അങ്ങനെ ആണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം വേണ്ട കേട്ടോ. റോഡ് ക്രോസ് ചെയ്യട്ടെ. വണ്ടികളൊക്കെ ചീറിപ്പഞ്ഞ വരണേ. പിന്നെ തട്ടിയിട്ടിട്ട് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ? അയ്യോ, ഞാൻ കറുത്ത് കരിവാളിക്ക്. ദൈവമേ, നല്ല വെയിൽ. ഇനി ചിക്കൻ വാങ്ങിക്കണം. 9 മണി, 10 മിനിറ്റ്
മിനിറ്റത്തെ വീഡിയോ. ഓക്കെ, ആദ്യം ടോട്ടോ എടുക്കാതെ. വാവ്, നൈസ് കാർ. താങ്ക് യു. റോഡ് ക്രോസ് ചെയ്തു. അയ്യോ, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ടോട്ടോ എടുത്തിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, ഞാൻ TMC ചെന്നിട്ട് എന്താ പറയണേ, TMC ചെന്നിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വെജിറ്റബിളിന് ഭയങ്കര കത്തി വിലയാണ്. നോക്കാം എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അതും വാങ്ങിച്ചിട്ട്. ഇവിടെ ഡക്കുണ്ട്, പന്നിയുണ്ട്, എല്ലാം ഉണ്ട്, മേടിക്കണം. ഇവിടെ നിന്ന് പോണതിന് മുന്നേ ഒരു വമ്പൻ അടി അടിച്ചിട്ട് വേണം പോവാം. ഉണ്ടോ മഹബത്ത്. പക്ഷെ ഇവിടുത്തെ മസാലയുടെ ടേസ്റ്റൊന്നും എനിക്കിഷ്ടമല്ലേ, ഒരു വല്ലാത്ത ടേസ്റ്റാണ്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ഫുഡ് കേട്ടോ. പക്ഷേ ചൈനീസ് ഫുഡ് സൂപ്പറാട്ടോ, എൻ്റെ പൊന്നോ, അടിപൊളിയാണ് ചൈനീസ് ഫുഡ്. ചൈനയിൽ പോകണം. പിള്ളേരൊക്കെ ചൈനക്കാരെ കൊണ്ട് കെട്ടിച്ചിട്ട് അവിടെ പോയി സെറ്റിലാവാമല്ലോ. എന്തെങ്കിലും ആവട്ടെ. TMC എത്തി. അപ്പോൾ ഓക്കെ, ബൈ, സി യു. അപ്പം നമുക്ക് ടോട്ടോ എടുക്കുമ്പോൾ കാണാവേ. ടോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ നമ്പർ എടുക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രാർത്ഥിക്കാത്തവർക്കൊന്നും പ്രൈസ് തരത്തില്ലേ. ഓക്കെ, സി യു. TMC എത്തി. ചിക്കൻ എടുക്കട്ടെ. ഞാൻ ചിക്കൻ എടുക്കാൻ മറന്നു. അതാണ് TMC. ഓ, എന്തൊരു ചൂടാ.